കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ എന്നൊരു ബില്ല് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഗവൺമെന്റ് പാസ്സാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് രാജ്യം മുഴുവൻ, പ്രത്യേകിച്ച് പ്രതിപക്ഷവും മുസ്ലിങ്ങളും ഒക്കെ ശക്തമായ ചർച്ചകളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞു. എന്താണ് മുസ്ലിങ്ങൾ ഇത്രമാത്രം ആ ബില്ലിന് നേരെ പ്രതിഷേധം ഉയർത്താനുള്ള കാരണം? വഖഫ് എന്ന കാര്യം അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രോപ്പർട്ടിയാണ്. വഖഫ് എന്ന കാര്യത്തെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വതക്കത്തിൻ ജാരിയ എന്ന പേരിലാണ്. ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ കൊടുക്കുന്ന സ്വതക്കകൾക്ക് പകരം വല്ല സമ്പത്താകട്ടെ വല്ല ആസ്തികളാകട്ടെ സ്വതക്ക ചെയ്യുകയും ആ സ്വതക്കയുടെ ഉപകാരം കാലാകാലങ്ങളിൽ ഒരുപാട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്ന, ഉപകാരങ്ങൾ കിട്ടുന്ന ഒന്നാണെങ്കിൽ അതിനാണ് സ്വതക്കത്തിൻ ജാരിയ എന്ന് പറയുന്നത്. പള്ളികൾ, മദ്രസകൾ, അതുപോലെ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി, ഈ പൊതുജന നന്മക്ക് വേണ്ടി കിണർ കൊടുക്കുന്നത് പോലും സ്വതക്കത്തിൻ ജാരിയാണ്. അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനത്തെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥത അവസാനിപ്പിച്ച് അള്ളാഹുവിന് കൊടുക്കുന്നതിന്റെ പേരാണ് വഖഫ്. വഖഫ എന്ന അറബി വാക്കിന്റെ അർത്ഥം നിർത്തി എന്നാണ്. എന്റെ ഉടമസ്ഥത അവസാനിപ്പിച്ച് ഞാൻ ആ ഉടമസ്ഥതയിലുള്ള സാധനത്തെ അള്ളാഹുവിന് വേണ്ടി സ്വതക്ക നൽകുന്നു. അതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ നൽകുന്ന വസ്തുവിന്റെ ഉടമസ്ഥ ഇനി ആരാണ്? എന്നെ നാദിനില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മുസ്ലിങ്ങളിൽ പലരും കാലങ്ങൾക്ക് മുമ്പേ ഉള്ള ഇത്തരം കാര്യങ്ങളൊക്കെ, വഖഫുകൾ, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമിതിയാണ് വഖഫ് ബോർഡ് എന്ന് നമ്മുടെ നാട്ടിലും ഇന്ത്യൻ വഖഫ് കൗൺസിലിന്റെ കേന്ദ്രത്തിലും അറിയപ്പെടുന്ന കൗൺസിലുകൾ അല്ലെങ്കിൽ ബോർഡുകൾ. അത് മുസ്ലിങ്ങളാണ് ഭരിക്കുന്നത്, മുസ്ലിങ്ങളാണ് കൊണ്ടു നടക്കുന്നത്. ഏത് വിഭാഗത്തിൽ, മുസ്ലിങ്ങളിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് വഖഫ് ചെയ്താലും ആ വഖഫിനെ അതിന്റെ മെയിൻ്റെനൻസ് നോക്കുന്നത്, മെയിൻ്റെനൻസ് മീൻസ് അതിന്റെ കാര്യങ്ങൾ, ചുമതല, അതിന്റെ അന്തിമ തീരുമാനം ഈ വഖഫ് ബോർഡാണ് ചെയ്യുന്നത്. നാളിതുവരെ അങ്ങനെ തന്നെയാണ് ചെയ്തു വന്നത്. ഇപ്പോ പുതിയ ഒരുപാട് ഭേദഗതികൾ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ ഉള്ള ഭേദഗതിയെ ഇത്രമാത്രം പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം, അതിലുണ്ടാക്കിയ ഭേദഗതികളിൽ ഒന്ന്, ഏതെങ്കിലും ഒരു വഖഫ് മുതൽ അതിന്റെ ഓർഡർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അത് വഖഫായിട്ട് പരിഗണിക്കൂല എന്നാണ്. ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷം വന്നതാണ്. പല ആളുകളും മരണസമയത്തോ അല്ലാത്ത സമയത്തോ വഖഫ് ചെയ്തിട്ടുള്ളത് വാക്കാൽ വഖഫ് ചെയ്തതാണ്. അത് അദ്ദേഹം തന്നെ നേരിട്ട് രജിസ്റ്റർ ചെയ്തതല്ല പലരും. അങ്ങനെ വാക്കാൽ രജിസ്റ്റർ ചെയ്തതൊന്നും പരിഗണിക്കപ്പെടാതെ ശരിക്ക് രജിസ്ട്രേഷൻ നടന്നത് മാത്രമേ വഖഫായിട്ട് പരിഗണിക്കപ്പെടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാട് പള്ളികൾ, ഒരുപാട് മദ്രസകൾ, ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങൾ, യത്തീംഖാനകൾ, ചെറിയ ചെറിയ സ്വാമി പള്ളികൾ, അതുപോലെ തന്നെ പൊതുനന്മക്ക് വേണ്ടി പലരും സ്വന്തം സമ്പത്തിൽ നിന്ന് മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത അവരുണ്ട്. രണ്ട്, വഖഫ് ബോർഡിന്റെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അത് മുസ്ലിങ്ങളിൽ നിന്നും ഒരാളായിരുന്നു. ആ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് തന്നെ മുഴുവൻ മുസ്ലിങ്ങളാണ് കൊണ്ട് നടക്കുന്നത്. കാരണം അത് അവരുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. മുസ്ലിങ്ങൾ പരലോകമോക്ഷം മാത്രം പ്രതീക്ഷിച്ച് നൽകുന്ന കാര്യങ്ങളാണ് ഈ വഖഫ്. പരലോകമോക്ഷം മാത്രം പ്രതീക്ഷിച്ച് മുസ്ലിങ്ങൾ നൽകുന്ന കാര്യമാണ് ഈ വഖഫിലുള്ളത്. ഈ സ്വതക്കത്തിൻ ജാരിയായിട്ടുള്ളത്, ഈ പള്ളി, ഇതിന്റെ സ്ഥലം, മദ്രസകൾ, അതുപോലെ തന്നെ ഈ പള്ളിയുടെയോ മദ്രസകളുടെയോ മറ്റ് കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി, അതിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, വരുമാനത്തിന് വേണ്ടി ആരെങ്കിലും മറ്റു വല്ല വരുമാന മാർഗങ്ങളും, പറമ്പുകളോ അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്ങുകളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വഖഫാണ്. ഇത് നോക്കി നടത്തിയത് മുസ്ലിങ്ങളാണ്. ഇനിയിപ്പോ പുതിയ ബില്ല് വരുന്നത് പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത 2 പേർ അതിലുണ്ടാകണമെന്നാണ്. എന്താ അതിന്റെ ആവശ്യം? എന്താണ് അതിന്റെ ആവശ്യം? 2 പേർ മുസ്ലിങ്ങളല്ലാത്തത് ഉണ്ടാകണം. മാത്രമല്ല അതിന്റെ സിഇഒ മുസ്ലിം ആകണം എന്ന് നിർബന്ധമില്ല. ആർക്കും, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആർക്കും അതിന്റെ സിഇഒ ആകാം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാക്കുന്ന സംഗതിയാണ്.
ഇതൊക്കെ പുറമെ അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടി അതിലുള്ളത്, ഏതെങ്കിലും വഖഫ് ഭൂമി അതിനെ തുടർന്ന് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ട് എങ്കിൽ അത് മുസ്ലിങ്ങളുടെ വഖഫിന് ചേർന്ന ഭൂമിയല്ല, അത് മറ്റൊരാളുടെ മുതലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞ് അതിനെതിരെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ആർക്കും കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, കലക്ടറോ ആരാണോ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ആ വഖഫ് സാധനം ഉപയോഗിക്കാൻ ആർക്കും പറ്റില്ല. ഈ പള്ളി നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പല പ്രശ്നങ്ങളും ഉണ്ടായത്. പള്ളികൾക്ക് നേരെ ഇത് പള്ളിയല്ല, മുമ്പ് അവിടെ വിഗ്രഹം ഉണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു, പലതും പറഞ്ഞിട്ട് പല കേസുകൾ ബാബരി മസ്ജിദൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് നമുക്കറിയാം. അതൊക്കെ നിയമത്തിന്റെ പിന്നാലെ നടന്നിട്ടാണ് അതൊക്കെ നഷ്ടപ്പെടുത്തിയത് എങ്കിൽ ഇനി അത്ര നൂലാമാലകളൊന്നും നഷ്ടപ്പെടുത്താനില്ല. ഏതെങ്കിലും ഒരു വഖഫ് ഭൂമി അല്ലെങ്കിൽ വഖഫ് പള്ളി, മദ്രസ്, കെട്ടിടം എന്തും ആരെങ്കിലും ഒരാൾ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്താൽ ആ കേസിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ എടുക്കുന്ന തീരുമാനം എന്താണോ അതാണ് ഈ തീരുമാനം. അത് പള്ളിയാണോ അല്ലേ എന്നുള്ളത് അത് തീരുമാനിക്കുന്നവരെ അത് കൂട്ടിയിടുകയും വേണം. ഇത് എങ്ങനെയാണ് സമാധാനത്തോടു കൂടി പോകാൻ സാധിക്കുക? ഇവിടെ നമ്മൾക്ക് ഒരിക്കലും പ്രതികൂലമായി ഇന്ത്യ നമുക്ക് നൽകുന്ന, നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന, ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന മാർഗത്തിലൂടെയല്ലാതെ ഒരിക്കലും നമുക്ക് തെറ്റായ ഒരു മാർഗത്തിലൂടെ പ്രതികരിക്കാൻ പറ്റില്ല. അത് നമുക്ക് ഇസ്ലാം അനുവാദം തരുന്നില്ല. ഇതിന്റെ വിഷയത്തിൽ ഒരു തീവ്രവാദവും നമ്മുടെ ഭാഗത്തുനിന്ന് പാടില്ല. പിന്നെ നമുക്ക് കഴിയുന്നത് കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിൽ നിന്നും കഅബയെ രക്ഷപ്പെടുത്താൻ അല്ലാഹ് ഉണ്ടെങ്കിൽ, ഉണ്ടായിരുന്നുവെങ്കിൽ ആ അല്ലാഹ് ഇന്നും ഉണ്ട്. ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും ഒരു ആൺകുട്ടിയെ ഇനി വളരാൻ പറ്റില്ല, അവൻ എന്നെ കൊല്ലും എന്ന് പേടിച്ച ഫിർഔൻ, ആ ഫിർഔന്റെ സ്വന്തം മുതലിൽ, അവന്റെ ചെലവിൽ, അവന്റെ കൊട്ടാരത്തിൽ അവന്റെ ശത്രുവായ മൂസ നബിയെ വളർത്താൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹ് ഇന്നും നമ്മുടെ അടുത്തുണ്ട്. ഈ അള്ളാഹുവിനോട് അകമഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു സത്യനിഷേധികളിൽ നിന്നും നമ്മെയും നമ്മുടെ പൂർവികരായ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഈ വഖഫ് ഭൂമികൾ സംരക്ഷിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുംതഹിനയിലെ 5-ാമത്തെ ആയത്തുണ്ട്. സൂറത്ത് മുംതഹിനയിലെ 5-ാമത്തെ വചനം, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു, കാഫിറുകളായ ആളുകൾക്കുള്ള ഒരു പരീക്ഷണ വസ്തുവായി ഞങ്ങളെ നീ മാറ്റിയത്. ഞങ്ങളെ അവർക്ക് പരീക്ഷിക്കാനുള്ള, അവർക്ക് തൊട്ടുകളിക്കാനുള്ള ഒരു വസ്തുവാക്കി ഞങ്ങൾ നീ മാറ്റരുത്. റബ്ബേ, ഞങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമേ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ അസീസാൻ, പ്രതാപമുള്ളവനാണ്, ഹക്കീമാണ്, എല്ലാ തന്ത്രവും അറിയുന്നവനാണ്, ഏറ്റവും നല്ല തന്ത്രശാലിയാണ്. അള്ളാഹ് അസീസാൻ, ഹക്കീമാണ്. അതുകൊണ്ട് അസീസും ഹക്കീമുമായ അള്ളാഹുവേ, ഞങ്ങളെ ഈ സത്യനിഷേധികളായ കാഫറുകളായ ആളുകൾക്ക് കളിക്കാനുള്ള ഒരു കളിക്കോപ്പാക്കി നീ മാറ്റിയത് എന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു അശ്രദ്ധനല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. ളാലിമീങ്ങളായ ആളുകൾ ഈ ചെയ്തു കൂട്ടുന്ന പണികളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല, അവൻ കാണുന്നുണ്ട്. ഇന്നമായി വഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ അഞ്ചിപ്പോകുന്ന ഒരു പരലോകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ അള്ളാഹു അവരെ വിഹരിച്ച് വിട്ടിരിക്കുകയാണ്. അവർക്ക് തോന്നിയ പോലെ ചെയ്യാം. നമ്മുടെ ലക്ഷ്യം നമുക്ക് സ്വർഗമാണ്. ദുനിയാവിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ളതല്ലല്ലോ. ദുനിയാവ് നമുക്ക് വല്ലതും നഷ്ടപ്പെട്ടാൽ അതൊരു നഷ്ടമായി നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് പരലോകത്തേക്കാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നതാണ്. ദുനിയാവിൽ സ്വസ്ഥതയും സമാധാനമുള്ള, നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. ആ സഹായത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സത്യനിഷേധികളുടെ സകല കുതന്ത്രങ്ങളെയും പൊളിച്ച് വിശുദ്ധ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.